നമസ്തേ, യോഗ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ചെറിയ വീഡിയോ ആണ്. അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ പ്ലാങ്ക് പോസ് അല്ലെങ്കിൽ ചതുരംഗ ദണ്ഡാസന, സൂര്യ നമസ്കാരയുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസ് തന്നെയാണ്. അപ്പോൾ ഞാനത് 1 മിനിറ്റ് ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ ടൈമർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ടേബിൾ ടോപ്പ് പോസിൽ നിന്ന് 4 കാലിൽ നിന്ന് ഈ ഒരു പൊസിഷനിലോട്ട് വന്നു. ഹിപ്പ് ഇങ്ങനെ ഉയർന്നോ താഴ്ന്നോ പോവരുത്. അതുപോലെ തന്നെ അത് ഇങ്ങനെ ലോവർ ബാക്ക് കുഴിഞ്ഞും നിൽക്കരുത്. ഇതെല്ലാം സാധാരണയായിട്ട് കണ്ടുവരുന്ന കുറച്ച് തെറ്റുകളാണ്. അപ്പോൾ ചതുരംഗ ദണ്ഡാസനയിൽ ഹോൾഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ദണ്ഡാസന, ഹൈ പ്ലാങ്ക് ഇതിൽ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഷോൾഡർ നമ്മുടെ കയ്യിന് നേരെ മുകളിൽ വരണം. ഓക്കെ, ഷോൾഡർ, എൽബോ, കൈ അതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. അതുപോലെ ഷോൾഡറിൻ്റെ നേരെയാണ് ഹിപ്പ് വരുന്നത്. ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ലൈനാണ് തല മുതൽ കാല് വരെ, അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് സ്ലാൻഡിങ് ലൈനാണ് വരേണ്ടത്. കോർ എൻഗേജ് ചെയ്ത് കൊടുക്കണം. വയറിലെ പേശിയിൽ ടൈറ്റൻ ചെയ്ത് അകത്തോട്ട് പുള്ളിൻ ചെയ്ത് പിടിച്ചിട്ട് വേണം നിൽക്കാൻ. ലൂസ് ചെയ്തിട്ട് കൊടുക്കരുത്. ഗ്ലൂട്ട്സ് ടൈറ്റ് ചെയ്ത് പിടിക്കുക. ദണ്ഡാസന ചെയ്യുമ്പോൾ ഒരു സ്റ്റിക്ക് പോലെ ശരീരം ടൈറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു വടി പോലെ ടൈറ്റനായിരിക്കണം, കയറ് പോലെ ലൂസായിട്ടിരിക്കരുത്. ഇത്രയും കാര്യങ്ങൾ ദണ്ഡാസന ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ നല്ലൊരു കോർ സ്ട്രെങ്തനിങ് പ്രാക്ടീസാണ്. നമ്മളുടെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ യൂസ്ഫുള്ളാണ്. അപ്പോൾ നമ്മൾ സൂര്യ നമസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഇത് ചെയ്യുമ്പോഴും ആ പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. തുടക്കക്കാരൊരു 10 സെക്കൻഡ് വെച്ചിട്ട് ഒരു 3 സെറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് പതിയെ പതിയെ ഇമ്പ്രൂവ് ചെയ്ത് അല്ലെങ്കിൽ കൗണ്ട് കൂട്ടിക്കൊണ്ടുവരാവുന്നതാണ്. ഇനി ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ഒരു പ്രാക്ടീസാണ്. അത് ഈ രീതിയിൽ ടോസ് കംപ്ലീറ്റ്ലി നമ്മളുടെ കൈ കുറച്ച് മുന്നോട്ട് വരുന്ന രീതിയിൽ, ഷോൾഡർ നമ്മളുടെ റിസ്റ്റിനേക്കാളും മുന്നോട്ട് വരുന്ന രീതിയിലും പിന്നെ പുറകിലോട്ട് പോകുന്ന രീതിയിലും ഉള്ളൊരു പ്രാക്ടീസാണ്. കംപ്ലീറ്റ് വെയിറ്റ് കയ്യിലോട്ട് കൊടുക്കുന്ന രീതിയിൽ വരുന്നതായിരിക്കും അത് ചെയ്യുമ്പോൾ. ഇതും നല്ലൊരു സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള പ്രാക്ടീസാണ്. ഇതെല്ലാം ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആർക്കെങ്കിലും അത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾക്കത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതേപോലെ തന്നെ അടുത്തൊരു വേരിയേഷൻ എന്ന് പറയുന്നത് എൽബോ പ്ലാങ്ക് ആണ്. ഇത് കൂടുതലായിട്ട് എക്സസൈസൊക്കെ ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ നേരത്തെ നിന്നതിന് പകരം, കയ്യിൽ നിന്നതിന് പകരം എൽബോയിലാണ് ഈ ഒരു പ്ലാങ്ക്. നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് നിൽക്കേണ്ടത്. ഈ ഇടയ്ക്കിടയ്ക്ക് തല ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ പൊസിഷൻ കറക്റ്റാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് തല നോക്കുന്നത്. അപ്പോൾ തലയുടെ പൊസിഷനെ പറ്റി പറയുകയാണെങ്കിൽ തല മുന്നോട്ട് നോക്കാനോ അല്ലെങ്കിൽ പിന്നോട്ടോ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ഒരു 2 പാം മുന്നോട്ട്, 2 കൈപ്പത്തി മുന്നോട്ട് വരുന്നത് എവിടെയാണോ അവിടെയാണ് നമ്മളുടെ ദൃഷ്ടി ഉറപ്പിക്കേണ്ടത്. രണ്ടിലും, നേരത്തെ ചെയ്ത വേരിയേഷനിലും. അപ്പോൾ ഇതും നല്ലൊരു സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രാക്ടീസാണ്. നിങ്ങൾ ഡെയിലി ഇത് മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. 10 സെക്കൻഡ് മുതൽ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സ്ട്രെങ്ത് ഒരു 30 ഡേയ്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വരുന്ന വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ ഈ ഒരു സെഷൻ അല്ലെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് എനിക്കൊരു യോഗ ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഞാൻ ടയേർഡായിട്ടിരിക്കുന്ന ടൈമിലാണ്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ചെയ്തപ്പോഴത്തേക്കും. ഞാനൊരു 30 ഡേയ്സിലേക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യണം, ഒരു ചലഞ്ചായിട്ട് എടുക്കണം എന്നുള്ള രീതിയിൽ ചെയ്തു പോകുന്നൊരു കാര്യമാണ്. സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യുന്നത് മാത്രമല്ല, നമ്മുടെ ബാക്ക് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ, ടോട്ടൽ ബോഡി സ്ട്രെങ്തനിങ്ങിന് യൂസ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.